പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ദൈവം നോഹയോട് ആവശ്യപ്പെടുകയാണ്, നോഹയോട് പറയാണ്, ഭൂമി അതിക്രമം കൊണ്ട് വഷളായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഭൂമിയെ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്, ഭൂമിയിൽ ജലപ്രളയം വരുത്തുവാനായിട്ട് പോവുകയാണ്, അതുകൊണ്ട് നീ ഈ പെട്ടകം ഉണ്ടാക്കണം, അതിലേക്ക് നിന്റെ ഫാമിലി മുഴുവൻ ആ പെട്ടകത്തിലേക്ക് കയറണം, അതുപോലെ ദൈവം കൽപ്പിക്കുന്ന പക്ഷി മൃഗാദികൾ ശുദ്ധിയുള്ളതിൽ നിന്ന് 7 എണ്ണം, ശുദ്ധിയില്ലാത്തതിൽ നിന്ന് 2 വീതം, ഇങ്ങനെ ദൈവം പറയുന്ന അനുസരിച്ച് പെട്ടകത്തിനുള്ളിൽ കടന്ന് ജീവരക്ഷ പ്രാപിക്കണമെന്ന് ഒരു അരുളപ്പാട് നീതിമാനും നിഷ്കളങ്കനുമായി ജീവിച്ച നോഹയ്ക്ക് ലഭിക്കുന്നു. എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായം പറയുന്നു, നോഹയ്ക്ക് മുൻപ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. നോഹ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അരുളപ്പാട് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് നോഹ ഒരു പെട്ടകം മുൻപ് കണ്ടിട്ടില്ല, അതെങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. എന്നാൽ വിശ്വാസത്താല് മുൻപരിചയം ഒന്നുമില്ലെങ്കിലും ദൈവം പറഞ്ഞത് അനുസരിച്ചിട്ട് നോഹ ആ പെട്ടകം നിർമ്മിക്കാനായിട്ട് തുടങ്ങുകയാണ്. നോഹയ്ക്ക് മഴ അറിയത്തില്ല, ജലപ്രളയം എന്തെന്ന് അറിയത്തില്ല. പക്ഷേ നോഹ ദൈവത്തെ വിശ്വസിച്ച് ദൈവം പറഞ്ഞത് അനുസരിച്ച് തന്റെ കുടുംബത്തിന്റെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകം പണിഞ്ഞു. ആ വിശ്വാസം തനിക്ക് നീതിയായി കണക്കിട്ടു എന്ന് എബ്രായ ലേഖനം പറയുന്നു. ദൈവം പറഞ്ഞതുപോലെ മനോഹരമായിട്ട് പെട്ടകമുണ്ടാക്കി, ദൈവം പറഞ്ഞ നീളത്തിലും വീതിയിലും എല്ലാം പെട്ടകമുണ്ടാക്കി, അതിന് കിളിവാതിൽ വെച്ചു. ദൈവം പറഞ്ഞതുപോലെ മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം തെരഞ്ഞെടുത്തു, തന്റെ കുടുംബത്തെ തെരഞ്ഞെടുത്തു. ആ പെട്ടകത്തിലേക്ക് കടക്കുവാനായിട്ട് അവര് തീരുമാനിച്ചു. ദൈവത്തിന്റെ അരുളപ്പാട് വീണ്ടും നോഹയ്ക്കുണ്ടായി. പെട്ടകത്തിനകത്ത് കടന്നു. 7 ദിവസം കഴിഞ്ഞിട്ട് മഴ പെയ്യും, 40 രാവും 40 പകലും മഴ പെയ്യുമെന്നൊരു അരുളപ്പാട് നോഹയ്ക്കുണ്ടായി. നോഹയും കുടുംബാംഗങ്ങളും എല്ലാം പെട്ടകത്തിനകത്താണ്. ഇനിയുള്ള നോഹയുടെ ലൈഫ് നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് തിരിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നോഹയും കുടുംബാംഗങ്ങളും പെട്ടകത്തിനകത്താണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോഹയ്ക്ക് അറിയത്തില്ല. കർത്താവിന്റെ അരുളപ്പാട് മാത്രം വിശ്വസിച്ചുകൊണ്ട് അവര് പെട്ടകത്തിനകത്ത് ആയിരിക്കുകയാണ്. തുടർന്ന് വചനം പറയുന്നു, നോഹയുടെ 600 600-ാം സംവത്സരത്തില് മഴ പെയ്യാനായിട്ട് തുടങ്ങി. 2-ാം മാസം 17-ാം തീയതി മഴ പെയ്യാനായിട്ട് തുടങ്ങി. തോരാത്ത മഴ, രാവും പകലും മഴ. വചനം പറയുന്നു, യഹോവയായ ദൈവം നോഹയുടെ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു എന്ന് വചനം പറയുന്നു. രാത്രിയും പകലും നിർത്താതെ മഴ പെയ്യുകയാണ്. നോഹയ്ക്ക് മുൻപരിചയമില്ല, ഒരു ഐഡിയയും ഇല്ല ഈ മഴ എങ്ങനെയായിരിക്കും, എന്ത് സംഭവിക്കും, തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അറിയത്തില്ല. എന്നാൽ ദൈവം പറഞ്ഞത് വിശ്വസിച്ച് നോഹയും കുടുംബാംഗങ്ങളും പെട്ടകത്തിനകത്തായിരിക്കുകയാണ്. നമ്മുടെ ലൈഫിലും ചില അവസരത്തില് നിർത്താതെ മഴ പെയ്യാനായിട്ട് തുടങ്ങും. രാവും പകലും മഴ പെയ്യും. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ലൈഫില് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ 19 ഇയേഴ്സിലാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് മുതൽ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മിനിസ്ട്രി ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷെ ഞാൻ അത്ര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് വീട്ടിലിരുന്ന് എപ്പോഴും പ്രാർത്ഥിക്കും. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച്, പ്രാർത്ഥന വരം കർത്താവിനോട് ചോദിച്ച് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. പബ്ലിക് മിനിസ്ട്രി ഒന്നും ചെയ്യാൻ, ഔട്ട്ഡോർ മിനിസ്ട്രി ഒന്നും ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു 27-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ മിനിസ്ട്രിക്ക് വിളിച്ചു. അപ്പൊ എന്റെ വിവാഹമൊക്കെ കഴിഞ്ഞിരുന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് മിനിസ്ട്രി വേണ്ട, ഫാമിലി മതി എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയിരുന്നു ഞാൻ. ദൈവവുമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ എന്നാലും ആ ബന്ധത്തിലൊക്കെ ഒരു വ്യത്യാസമൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഫാമിലിയിലൊക്കെ എന്റെ കുഞ്ഞുങ്ങളുടെ ലൈഫിലൊക്കെ രോഗങ്ങള് പ്രയാസങ്ങളൊക്കെ വന്നെങ്കിലും പ്രാർത്ഥിച്ച് സ്നേഹവാനായ ദൈവം അതിലൊക്കെ വിടുതൽ തന്നു. എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിലുണ്ടായ വലിയ മാരകമായ ഒരു അസുഖം ഡോക്ടർ അവിടെ ടെസ്റ്റ് മണി ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിന്നെല്ലാം ദൈവം ഉദരത്തിൽ വെച്ച് തന്നെ എന്റെ കുഞ്ഞിന് അത്ഭുതകരമായിട്ട് വിടുതൽ കൊടുക്കാനിടയായി. അത് കഴിഞ്ഞ് ലൈഫ് പിന്നെയും മുന്നോട്ട് പോയി. 2021 ആയപ്പോഴേക്കും എന്റെ ലൈഫിലേക്ക് തോരാത്ത മഴ. മുമ്പൊക്കെ ഒരു പ്രശ്നം ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈഫ് സെറ്റ് ആകും. പക്ഷെ ഇത് തോരാതെ മഴ പെയ്യാനായിട്ട് തുടങ്ങി. രാവും പകലും മഴ പെയ്യാനായിട്ട് തുടങ്ങി. ഓരോ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ പ്രശ്നം, ഡോക്ടറിന്റെ ജോബിൽ പ്രശ്നം, ഹെൽത്ത് ഇഷ്യൂസ് വരാനായിട്ട് തുടങ്ങി, ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരാൻ തുടങ്ങി. ഞങ്ങൾ താമസിച്ചിരുന്ന വീട് കോർട്ട് കേസിലായി. ആ വീടിൽ നിന്ന് ഞങ്ങൾ മാറി റെന്റഡ് ഹൗസിലോട്ട് മാറാനായിട്ട് തുടങ്ങി. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ഇത് മാനേജ് ചെയ്യാനായിട്ട് തുടങ്ങി. പല സമയത്തും ഹസ്ബൻഡ് ഇവിടെ ഉണ്ടാവത്തില്ല. അപ്പോഴേക്കും
എനിക്ക് തന്നെ ഇത് മാനേജ് ചെയ്യേണ്ടതായിട്ട് വന്നു. കേസുകൾ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വന്നു. വീടിൽ നിന്ന് മാറി റെന്റഡ് ഹൗസിലേക്ക് പോയത് എനിക്ക് വലിയ വിഷമം ഉണ്ടാക്കി. ആകെ ഞാൻ മരുഭൂമിയിലായ ഒരവസ്ഥയിലേക്ക് വന്നു. ഞാൻ 1 വർഷം 2 വർഷം ഞാൻ എൻ്റെ സ്വന്തം എഫേർട്ടില് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, കർത്താവുമായിട്ട് കണക്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ ദൈവശബ്ദം ഒന്നും കേൾക്കുന്നില്ല, നോഹ കേൾക്കുന്ന പോലെ. ഞാൻ എൻ്റെ ലൈഫ് ഞാൻ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് വളരെ ട്രൈ ചെയ്ത് നോക്കി. ഒടുവിൽ എനിക്ക് മനസ്സിലായി ദൈവം ഇറങ്ങിയാലേ എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ പെട്ടകത്തിനകത്തേക്ക് കയറാനായിട്ട് തീരുമാനിച്ചു. എന്റെ പ്രാർത്ഥനാ മുറി തുറന്ന് അതിനകത്തേക്ക് ഞാൻ കയറി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ഇന്നലെ നമ്മൾ അല്പമായിട്ട് ചിന്തിച്ച വിഷയമാണ്. അതിനകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ശലോമോൻ രാജാവിന് യെരൂശലേം ദേവാലയം പണിയുവാനായിട്ട് ദൈവം ആലോചന കൊടുക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് അവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെ ദൈവം യെരൂശലേം ദേവാലയം പണിയുവാനായിട്ടുള്ള വ്യക്തമായിട്ടുള്ള പ്ലാൻ ദൈവം കൊടുക്കുന്നു. നമുക്കറിയാം, ദൈവം ഒരു കാര്യം നമ്മളോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അതിനൊരു ക്രമമുണ്ട്. ദൈവം കൃത്യമായിട്ടുള്ള കാര്യം നമ്മളോട് പറയും. നോഹയുടെ പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ 300 മുഴം നീളം, വീതി, ഉയരം എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. യെരൂശലേം ദേവാലയം ഉണ്ടാക്കാനും 60 മുഴം നീളം, 20 മുഴം വീതി, 30 മുഴം ഉയരം, ഇങ്ങനെ കൃത്യമായിട്ടുള്ള അളവ് കൊടുക്കുന്നു. അത് കൂടെ മന്ദിരം എങ്ങനെയായിരിക്കണം, അന്തർമന്ദിരം എങ്ങനെയായിരിക്കണം, അതിന്റെ വാതിലുകൾ എങ്ങനെയായിരിക്കണം, ഇങ്ങനെ കൃത്യമായിട്ടുള്ള അളവ് ദൈവം കൊടുക്കുന്നതായിട്ട് ശലോമോന് യെരൂശലേം ദേവാലയം പണിയുന്നതിന് കൃത്യമായിട്ടുള്ള അളവ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഓരോ അതുപോലെ നിയമപ്പെട്ടകം ഉണ്ടാക്കാൻ ദൈവം ആലോചന കൊടുക്കുമ്പോഴും എവിടെയായാലും ദൈവത്തിനൊരു ക്രമമുണ്ട്. ദൈവം നീതിമാനാണ്. ദൈവത്തിന്റെ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചേ ദൈവം മൂവ് ചെയ്യത്തുള്ളൂ. നമ്മൾ മനുഷ്യനെ പോലെ അല്ല ദൈവം. ആ വ്യവസ്ഥയിൽ നിന്ന്, ആ ക്രമത്തിൽ നിന്ന് ദൈവം ഒരിക്കലും മാറത്തില്ല. ഒരു ക്രിസ്ത്യൻ ലൈഫ് അതുപോലെ ഡിസിപ്ലിൻഡ് ആയിരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മൾ നിശ്ചയിക്കുന്നത് പോലെ ക്രമമില്ലാതെ ഒരു ക്രിസ്ത്യൻ ലൈഫ് ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരിക്കലും നമുക്ക് സാധിക്കത്തില്ല. ഇവിടെ നമ്മുടെ ലൈഫ് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് റീതിങ്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ലൈഫിൽ, ക്രിസ്ത്യൻ ലൈഫിൽ എവിടെയെങ്കിലും ക്രമം തെറ്റിക്കിടപ്പുണ്ടോ, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന്റെ ഡിസിപ്ലിൻ പോയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് തിരിഞ്ഞ് ആലോചിക്കേണ്ടത് ആവശ്യമാണ്. ഈ 6-ാം അധ്യായം 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അതില് വചനം ഇപ്രകാരം പറയുന്നു: വെട്ടുകുഴിയിൽ വച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു എന്ന് വചനം പറയുന്നു. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വെച്ച് തന്നെ നിങ്ങളുടെ കുറവുകൾ പരിഹരിക്കപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളോട് പെട്ടകത്തിനകത്തേക്ക് കയറാനായിട്ട് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറാനായിട്ട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കാം, പക്ഷെ കർത്താവിന് എല്ലാ സമയവും നിങ്ങൾ ഒരുപോലെ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് പോകണം എന്നല്ല. കുറെ കൂടെ ഗ്രോ ചെയ്യണം. നിങ്ങൾ കുറെ കൂടെ കർത്താവിനോട് അടുക്കണം, അവനോട് മാറോട് ചേരണം, അവന്റെ ശബ്ദം കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ വിശ്വാസികളും ദൈവ ശബ്ദം കേൾക്കുന്നവരായിട്ട് മാറണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങളെ ടെസ്റ്റിലൂടെ കടത്തിവിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മഴ പെയ്യിച്ച് ദൈവം നിങ്ങളെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറ്റും. അവിടെ നിങ്ങളുടെ ആ പെട്ടകത്തിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഉണ്ട്. നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ് ആയിട്ട് പരിശുദ്ധാത്മാവിന് സറണ്ടർ ചെയ്യുക. പരിശുദ്ധാത്മാവിനെ മോൾഡ് ചെയ്യാനായിട്ട്, നിങ്ങളെ ചെത്തി വെടിപ്പാക്കാനായിട്ട് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും ബൗണ്ടറി തെറ്റി കിടക്കുന്നുണ്ടെങ്കിൽ, ബൗണ്ടറി കടന്ന് നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫ് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും ഡിസിപ്ലിൻ പോയിട്ടുണ്ടെങ്കിൽ അതിനെ ക്രമപ്പെടുത്താനായിട്ട് നിങ്ങൾ ഉപാധികൾ വെക്കരുത്, കണ്ടീഷൻസ് വെക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ ലൈഫ് പണിയാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നിങ്ങൾ കണ്ടീഷൻസ് വെക്കരുത്. എങ്കിൽ പരിശുദ്ധാത്മാവിന് ഇടപെടാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ടും പരിശുദ്ധാത്മാവിന് സറണ്ടർ ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് പരിശുദ്ധാത്മാവിന് സറണ്ടർ ചെയ്യുക. ഇപ്പൊ ഞാൻ മെസ്സേജ് സംസാരിക്കുന്നത് സിസ്റ്റർ ജിനുവിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ലൈഫ് പരിശുദ്ധാത്മാവിന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകൊടുക്കുക. ഫ്യൂച്ചർ ദൈവം പണിയാനായിട്ട് ആഗ്രഹിക്കുന്നു. അവന്റെ ഉള്ളം കയ്യിൽ സിസ്റ്റർ ജിനു നിന്റെ ലൈഫ്, നിന്റെ ഫ്യൂച്ചർ ദൈവം ഉള്ളം കയ്യിൽ വരച്ചേക്കുന്നു. ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് പരിശുദ്ധാത്മാവിന് സറണ്ടർ ചെയ്യുക. നിന്നെ പണിഞ്ഞെടുക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു സിസ്റ്റർ ജിനു.
Amen. അപ്പൊ Amen. നിങ്ങളുടെ ലൈഫ് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ ഹല്ലേലൂയ കുറവ് തീർത്ത് ദൈവം തരും. അതിന് നമ്മൾ കണ്ടീഷൻസ് ഇല്ലാതെ ദൈവത്തെ സന്നിധിയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. നിങ്ങളുടെ ക്യാരക്ടറിനെ പണിഞ്ഞു തരുവാനായിട്ട്. നമ്മുടെ ക്യാരക്ടറിലൊക്കെ ഒത്തിരി കുറവുകൾ ഉണ്ടാകും. ഈ കുറവുകളുമായിട്ട് നമ്മൾ ദൈവരാജ്യം പണിയുവാനായിട്ട് ഇറങ്ങിയാൽ അപശബ്ദം കേൾക്കുവാനായിട്ട്, ഒച്ച കേൾക്കാനായിട്ട് ഇടയാകും. നമ്മൾ മിനിസ്ട്രി നിൽക്കുമ്പോൾ, നമ്മൾ ചർച്ചിൽ നിൽക്കുമ്പോൾ അപശബ്ദം കേൾക്കാനായിട്ട് ഇടയാകും. അതുകൊണ്ട് നമ്മള് പ്രാർത്ഥനാ മുറിയിൽ പണിയപ്പെടണം. നിങ്ങൾ അതിന് വിട്ടുകൊടുക്കണം. ദൈവം നിങ്ങളെ ഷേപ്പ് ചെയ്ത് മോൾഡ് ചെയ്ത് നല്ല മിനുസമുള്ള കല്ലുകളാക്കി പുറത്തു കൊണ്ടുവരും. ഞാൻ 2023 ജൂൺ മാസത്തില് എന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് കടന്നു. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്റെ മാക്സിമം ടൈം എന്റെ കർത്താവിന് വേണ്ടി പ്രയർ റൂമിൽ ഞാൻ ചെലവഴിച്ചു. ഒരു വർഷം കഴിഞ്ഞ് 2024 ജൂൺ മാസത്തിൽ ഞാൻ പുറത്തിറങ്ങുമ്പോ ഞാൻ വേറൊരാളായിരുന്നു. എന്റെ ഐഡന്റിറ്റി മാറിപ്പോയി, എന്റെ പേഴ്സണാലിറ്റി മാറിപ്പോയി, എന്റെ പ്രയോറിറ്റി മാറിപ്പോയി. സ്തോത്രം. ദൈവം എന്നെ അങ്ങനെ മോൾഡ് ചെയ്തെടുത്തു. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു മാനപാത്രമാക്കി ദൈവം എന്നെ മെനഞ്ഞെടുത്ത, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിയായിട്ട്, അനേകർക്ക് പ്രയോജനമുള്ള വ്യക്തിയായിട്ട് ദൈവം എന്നെ മെനഞ്ഞെടുത്തു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാൻ പറ്റും, അനേകർക്ക് അവരുടെ ലൈഫ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ദൈവത്തിന്റെ ആലോചന കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും, ഇപ്പോഴും എനിക്കതൊരു അത്ഭുതമാണ്. ദൈവം ഇങ്ങനെ എന്നോട് സംസാരിക്കും, ഇടപെടുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ദൈവം സംസാരിക്കുമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതൊരു തോന്നലായിരിക്കുമെന്നാണ് ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത്. എന്നാൽ കർത്താവ് എന്നോട് അവന്റെ മാറോട് ചേർന്നിരുന്നപ്പോൾ, പ്രാർത്ഥനാ മുറിയിൽ എന്നെ തന്നെ കർത്താവിന്റെ മുന്നിലേക്ക് വിട്ടുകൊടുത്തപ്പോൾ അവൻ എന്നോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. ആ ഇൻപസ്വരം കേൾക്കാനായിട്ട് തുടങ്ങി. കർത്താവിന്റെ വചനം തുറക്കാനായിട്ട് തുടങ്ങി. തേനിലും മധുരമാണ് ദൈവത്തിന്റെ വചനമെന്ന് തിരിച്ചറിയാൻ, ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, അതിന്റെ ഒന്നും എനിക്ക് ഇപ്പോഴും കൊതി മാറിയിട്ടില്ല. എപ്പോഴും ഞാൻ കർത്താവിനോട് പറയും, നിന്റെ വചനം എനിക്ക് തുറന്നു തരണം. കർത്താവിന് എന്നോടുള്ള വാഗ്ദത്തമായിരുന്നു, നീ അറിയാത്തതും അഗോചരവുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിനക്ക് തുറന്നു തരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ആ ഒരു സ്പിരിച്വൽ ഹാപ്പിനെസ്സിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആരുടെയെങ്കിലും ജീവിതത്തില് തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്കുക. നിങ്ങൾ പ്രാർത്ഥനാ മുറിയിലേക്ക്, നിങ്ങളുടെ പെട്ടകത്തിനകത്തേക്ക് കയറുക. അതിനകത്തിരുന്ന് പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുക. എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചർ, നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ്, ഒരിക്കലും ദൈവത്തെ വിട്ട് നിങ്ങൾ ലൈഫ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. എന്റെ കുഞ്ഞ് എന്നോട് ചോദിക്കാതെ എന്റെ കുഞ്ഞുങ്ങൾ ഒരു തീരുമാനം എടുത്താല്, എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്താൽ എനിക്ക് വലിയ വിഷമമാണ്. അതുപോലെ ദൈവത്തിനും പരിശുദ്ധാത്മാവിന്റെ ആലോചനയില്ലാതെ നിങ്ങൾ ഒരു സ്റ്റെപ്പ് വച്ചാല് ദൈവത്തിന് അത് വലിയ പെയിൻ ആണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ, നിങ്ങളുടെ ഫ്യൂച്ചറിനെ, നിങ്ങൾക്ക് എന്ത് ആശങ്കകൾ ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് പരിഹരിച്ചു തരും. അതുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ഒരിക്കലും സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അത് Hallelujah. വെട്ടുകുഴിയിൽ വെച്ച് നിങ്ങളുടെ ഹാലലൂയ ക്യാരക്ടർ മോൾഡ് ചെയ്യപ്പെട്ട് നിങ്ങൾ ഹാലലൂയ പുറത്തു വരുമ്പോൾ നിങ്ങൾ തിളങ്ങുന്ന മുത്തായി അനേകർക്ക് പ്രയോജനമുള്ളവരായിട്ട് തീരും എന്ന് എന്റെ ലൈഫിൽ നിന്ന് എനിക്ക് സാക്ഷ്യമായിട്ട് നിങ്ങളോട് പറയാനായിട്ട് സാധിക്കും. ഇവിടെ നോഹയുടെ ലൈഫിൽ തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നോഹയും കുടുംബവും പെട്ടകത്തിനകത്താണ്. രണ്ടാം ഘട്ടത്തില് ഭൂമിയില് വെള്ളം പൊങ്ങാനായിട്ട് തുടങ്ങി, വർദ്ധിച്ചു വന്നു എന്ന് വചനം പറയുന്നു. നിങ്ങളോട് എനിക്കൊരു ആലോചന പറയുവാനായിട്ടുള്ളത്, നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥന തുടങ്ങി 1 മാസമായി, 2 മാസമായി, നിങ്ങൾ കണ്ണു തുറന്ന് നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക്, നിങ്ങളുടെ സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ നോക്കല്ലേ, ഒരു മാറ്റവും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. എല്ലാ പ്രശ്നങ്ങളും അവിടെ തന്നെ കാണും. അതൊന്നും മാറിയിട്ടുണ്ടാവില്ല. പ്രയറിന്റെ തുടക്കത്തിലൊക്കെ ഞാൻ വിചാരിച്ചത്, ഞാൻ എന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടകത്തിനകത്തേക്ക് കടന്നത്. എന്നാൽ ഞാൻ 1 മാസം പ്രാർത്ഥിച്ചു, 2 മാസം പ്രാർത്ഥിച്ചു, പുറത്തിറങ്ങി നോക്കിയിട്ട് ഒരു പ്രശ്നവും മാറിയതായിട്ട് ഞാൻ കണ്ടില്ല. എനിക്ക് നിരാശ തോന്നി, ദൈവം എന്തുകൊണ്ടാണ് ഇടപെടാത്തത്. എന്നാൽ ദൈവശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ പെട്ടകത്തിനകത്തേക്ക് കടത്തിയിരിക്കുന്നത് സാഹചര്യത്തെ മാറ്റാനല്ല, എന്നെ മോൾഡ് ചെയ്യാനാണ്, എന്റെ ബൗണ്ടറീസ് ക്രമപ്പെടുത്താനാണ്, എന്നെ ഡിസിപ്ലിൻഡ് ആക്കാനാണ്. അത് കഴിയുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ക്രമത്തിലായിക്കൊള്ളും. നിങ്ങൾ ക്രമത്തിലല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാനായിട്ട് ദൈവത്തിന് ഒരിക്കലും സാധിക്കത്തില്ല. നിങ്ങൾ കരഞ്ഞാലും നിലവിളിച്ചാലും പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും നിങ്ങളുടെ ലൈഫ് ക്രമത്തിലല്ലെങ്കിൽ, വ്യവസ്ഥയിൽ
അവസ്ഥയിലല്ലെങ്കിൽ ഒരിക്കലും ദൈവത്തിന് ഇടപെടാനായിട്ട് സാധിക്കത്തില്ല. ഇവിടെ പെട്ടകത്തിനകത്ത് നോഹ ആയിരിക്കുന്നു. 1-ാം ഘട്ടം കഴിഞ്ഞു. പെട്ടകത്ത് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്, വെള്ളം പൊങ്ങുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും പെട്ടകം ഫ്ലോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി, ഭൂമിയിൽ ഒഴുകി നടക്കാനായിട്ട് തുടങ്ങി. ഒരു പക്ഷെ നിങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിലായിരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് തോന്നും, പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല, പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ്, നിങ്ങളുടെ പെട്ടകം ഒഴുകി നടക്കുന്നത് പോലെ നിങ്ങളുടെ ലൈഫ് ഒഴുകി നടക്കുന്നു, അതിനൊരു ലക്ഷ്യം ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം, ഒരു ഉത്തരം കിട്ടുന്നില്ലെന്ന് തോന്നിയേക്കാം. പക്ഷെ ദൂരെ ഒരു ഉത്തരമുണ്ട്, നമുക്കത് കാണാൻ പറ്റാത്തതാണ്. നോഹയുടെ പെട്ടകം ഒഴുകി നടക്കുന്നത് പോലെ ലൈഫ് ഒഴുകി നടക്കുന്ന അനേകരുണ്ട്. ഒരു പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ സ്റ്റേബിൾ ആയിരിക്കാം, പക്ഷേ നമ്മുടെ ചുറ്റും നോക്കിയാൽ ലക്ഷ്യമില്ലാതെ ചുറ്റും വെള്ളം മാത്രം കാണാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒഴുകി നടക്കുന്ന അവസ്ഥയിൽ, ലക്ഷ്യമില്ലാത്ത അവസ്ഥയിൽ, ഫ്ലോട്ട് ചെയ്യുന്ന അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ മിനിസ്റ്റർ ഔട്ട്റീച്ചിൽ നമ്മൾ സൂം മീറ്റിംഗ് നടത്തുമ്പോൾ ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്, ഒത്തിരി പേര് പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് PR വെയിറ്റ് ചെയ്യുന്നുണ്ട്, ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാര് പല പല ആവശ്യങ്ങളുമായിട്ടുള്ളവരുടെ പ്രെയർ റിക്വസ്റ്റുകളൊക്കെ ഇതിനകത്ത് വരുന്നത് ഞാൻ കാണാറുണ്ട്. ഞാൻ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെട്ടത്, അവരോട് പറയുക, പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുക, നിങ്ങളുടെ വിഷയങ്ങളെല്ലാം പിന്നാലെ സെറ്റ് ആയിക്കോളും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾ ഉയരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം, സ്പിരിച്വലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ ഫസ്റ്റ് ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്ക് കയറണം, സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് കയറണം. നമ്മൾ ഒരേ സ്ഥലത്ത് നിന്നാ പറ്റത്തില്ല. ഫസ്റ്റ് ലെവലിലുള്ള വേണ്ട ഡിസിപ്ലിനും ക്രമവും അല്ല സെക്കൻഡ് ലെവലിലേക്ക് വേണ്ടത്. തേർഡ് ലെവലിൽ പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ക്രമപ്പെടണം, കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രെയർ റൂമിനകത്ത് കയറിയേ പറ്റൂ. നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ലൈഫ് സദാസമയം ആ ടൈം ടു ടൈം ഇത് ക്രമപ്പെട്ട് മോൾഡ് ചെയ്യപ്പെട്ട് ഓരോ ചെത്തി വെടിപ്പാക്കപ്പെട്ടുകൊണ്ടിരുന്നേ മതിയാവത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്, നിങ്ങൾ പ്രെയർ റൂമിനകത്തേക്ക് കയറുക. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. നിങ്ങളുടെ ജീവിതത്തിന്റെ ബൗണ്ടറി ക്രമപ്പെടുമ്പോ നിങ്ങളുടെ ഒഴുകി നടക്കുന്ന ജീവിതത്തിന് ഒരു സെറ്റിൽമെന്റ് ദൈവം വച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ വാക്കേണ്ടത് എവിടെയാണ്, നിങ്ങൾ എവിടെയാണ് നിൽക്കേണ്ടത്, എവിടെയാണ് മിനിസ്ട്രി ചെയ്യേണ്ടത്, എന്ത് ഡിസിഷൻ ആണ് എടുക്കേണ്ടത്, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ദൈവം ആഗ്രഹിക്കുന്നിടത്ത് നിങ്ങൾ നിന്നാല് ദൈവത്തിന്റെ കംപ്ലീറ്റ് കവറിങ്ങും നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ നോഹയുടെ പെട്ടകം ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ആരെങ്കിലും എന്നെ കേൾക്കുന്നവര്, നിങ്ങളുടെ ലൈഫിന് ഒരു ലക്ഷ്യമില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫ് ഒഴുകി നടക്കുന്നു എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറയുകയാണ്, നിങ്ങൾ ഒട്ടും ഭയപ്പെടണ്ട, ഒട്ടും ഹോപ്പ് കളയണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുക. നോഹയുടെ ജീവിതത്തില് ഒരു 150ാമത്തെ ദിവസം ഉണ്ടായെങ്കിൽ, ഒരു അരാറാത്തിന്റെ ഒരു ദിവസം ഉണ്ടായെങ്കിൽ, നിങ്ങളുടെ പെട്ടകം ഉറപ്പായിട്ടും ആ അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചിരിക്കുക തന്നെ ചെയ്യും. സിസ്റ്റർ ക്രിസി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഹോളി സ്പിരിറ്റ് വാണ്ട്സ് ടു ടോക്ക് ടു യു. Get into the ark, get into the prayer room. You may be in a floating situation now, but Holy Spirit says your ark is going to rest on the mountain of Ararat soon. Don't worry. Hallelujah. സമാധാനത്തോടെ ആയിരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ആരെങ്കിലും ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റില് ഡൗട്ട്ഫുൾ ആയിട്ട് ആയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ പ്രെയർ റൂമിനകത്തേക്ക് കയറുക, ഒട്ടും മടിക്കാതെ കയറുക. നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറുന്നതിന് മുമ്പ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറേണ്ടതായിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ഒരു പദ്ധതിക്കായിട്ട് നിങ്ങളെ വിട്ടുകൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. ഉറപ്പായിട്ടും ഇപ്പൊ നിങ്ങൾക്ക് ചുറ്റും വെള്ളമായിരിക്കും, പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു അരാറാത്തുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റിയില്ലെങ്കിലും ആ അരാറാത്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരും. അന്ന് നിങ്ങളുടെ പെട്ടകം ആ അരാറാത്ത് പർവ്വതത്തില് ഉറയ്ക്കുക തന്നെ ചെയ്യും. അതിന് ഒരു സംശയവുമില്ല. നോഹയുടെ ലൈഫിന്റെ 2-ാം ഘട്ടത്തില് നോഹയുടെ പെട്ടകം അരാരാത്ത് പർവ്വതത്തില് ഉറയ്ക്കുന്നു. ദൈവം നോഹയെ ഓർത്തു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നോഹയെയും പെട്ടകത്തിലുള്ളവരെയും ഓർത്തു. വെള്ളം നിന്നുപോയി. പർവ്വതത്തിന് മുകളിലേക്ക് നോഹയുടെ പെട്ടകം വന്ന് ഉറയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു.
നിങ്ങളെയും ഓർക്കുന്ന ഒരു ദിവസം, നിങ്ങളുടെ വിഷയങ്ങളെ, നിങ്ങളുടെ അസൈൻമെന്റുകളെ ദൈവം കൺസിഡർ ചെയ്യുന്ന ഒരു ദിവസം വരുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. രണ്ടാം ഘട്ടം കഴിഞ്ഞ് മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴേക്കും നോഹയുടെ ലൈഫിൽ പ്രത്യാശയുടെ കിരണങ്ങൾ കാണാനായിട്ട് തുടങ്ങി. വചനം പറയുന്നു 10-ാം മാസമായപ്പോഴേക്കും പർവ്വത ശിഖരങ്ങൾ കാണാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് നോഹ ഒരു മലങ്കാക്കയെ പുറത്തേക്ക് വിടുന്നു. വെള്ളം വറ്റിയിട്ടില്ലെന്ന് മനസ്സിലാകുന്നു. വീണ്ടും ഒരു പ്രാവിനെ പുറത്തു വിടുന്നു. അത് തിരിച്ചു വരുന്നു. വീണ്ടും 7-ാം ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രാവിനെ പുറത്തു വിടുമ്പോഴേക്കും അത് പോയിട്ട് ഒരു ഒലിവില, വചനത്തിൽ എഴുതിയേക്കുന്നത് ഒരു പച്ച ഒലിവില ഈ പ്രാവ് കൊണ്ടുവരുന്നതായിട്ട് വചനം പറയുന്നു. ഈ നമുക്കറിയാം നോഹയുടെ ആയുസിന്റെ 600-ാം സംവത്സരത്തില് 2-ാം മാസം 17-ാം തീയതിയാണ് മഴ പെയ്യാനായിട്ട് തുടങ്ങിയത്. നോഹ ഈ പ്രാവിനെ പുറത്തേക്ക് വിടുന്നത് ഏകദേശം 11 മാസങ്ങൾക്ക് ശേഷമാണെന്ന് വചനം വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഭൂമിയിൽ മുഴുവൻ ജലപ്രളയമായിരുന്നു, വെള്ളമായിരുന്നു. എവിടെയും ഒരു ഡ്രൈ ലാൻഡ് കാണാനില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ നോഹയുടെ ജീവിതത്തില് ഒരു പ്രത്യാശയുടെ അടയാളമായിട്ട് ഒരു ഒലിവില, ഒരു പച്ച ഒലിവില ദൈവം സൂക്ഷിച്ചു വച്ചു. അത് ഈ പ്രാവ് നോഹയുടെ കയ്യിലേക്ക് ആ പ്രത്യാശയുടെ പച്ച ഒലിവില കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് നമ്മുടെ ലൈഫില് ഒരിക്കലും ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് തോന്നുന്ന വിഷയങ്ങൾ ഉണ്ടാകാം. ഇത് ഒരിക്കലും സെറ്റിൽ ആവത്തില്ല, ഞാൻ ഈ വിഷയമായിട്ട് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകേണ്ടി വരും എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രത്യാശയുടെ ഒരു പച്ച ഒലിവില ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കരുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് എത്തുക തന്നെ ചെയ്യും. തുടർന്ന് വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഏകദേശം 1 വർഷവും 10 ദിവസവും കഴിഞ്ഞപ്പോ നോഹയുടെ ആയുസിന്റെ 601-ാം സംവത്സരത്തില് 2-ാം മാസം 27-ാം തീയതി നോഹ ഭൂമിയിലേക്ക് ഇറങ്ങി ഉണങ്ങിയ നിലത്ത് കാൽ ചവിട്ടുവാനായിട്ട് ഇടയായി തീർന്നു. 1 വർഷക്കാലം പല സാഹചര്യങ്ങളിലൂടെ നോഹ കടന്നുപോയി. കുറെ സമയത്ത് തോരാത്ത മഴയായിരുന്നു. പിന്നീട് ജീവിതം എവിടെ ലക്ഷ്യമില്ലാതെ ഒഴുകി നടന്നു. എവിടെ പോയി സെറ്റാകും അല്ലെങ്കിൽ ഫിക്സ് ആകും എന്നറിയാത്ത, ലക്ഷ്യമില്ലാത്ത പോലെ അത് പെട്ടകം ഒഴുകി നടക്കുന്ന അവസ്ഥയിലായിരുന്നു. എന്നാൽ 3-ാം ഘട്ടത്തില് നോഹയുടെ ജീവിതത്തില് മാറ്റം കാണുവാനായിട്ട് തുടങ്ങി. പ്രത്യാശയുടെ അവസ്ഥയുണ്ടായി. ഒടുവിൽ ഒരു പച്ച ഒലിവില, പ്രത്യാശയുടെ ഒരു ഒലിവില കാണുവാനായിട്ട് ഇടയായി. ഫൈനലി 1 വർഷവും 10 ദിവസവും കഴിഞ്ഞപ്പോ നോഹ ഉണങ്ങിയ നിലത്ത് ചവിട്ടുവാനായിട്ട് ഇടയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, നോഹയെ ദൈവം അനുഗ്രഹിച്ചു. അവൻ സന്താന പുഷ്ടിയുള്ളവനായി ഭൂമിയിൽ പെരുകി സകല നന്മയും അനുഭവിച്ചു, ഭൂമിയിൽ വാഴുവാനിടയായി തീർന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് ഇതാണ്. ദൈവത്തിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ സറണ്ടർ ചെയ്ത് കൊടുക്കുക. അവൻ നമ്മളെ പണിഞ്ഞ് പുറത്തിറക്കുമ്പോഴേക്കും ഭൂമിയിൽ വാഴുവാനായിട്ട് സകല ശത്രുക്കളുടെ മേലും അതുപോലെ സകല ദൈവിക സൃഷ്ടിയുടെ മേലും വാഴുവാനായിട്ട് ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നു. ആ റൈറ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ചുറ്റും നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ആൾക്കാര് ഇതുപോലെ തോരാത്ത മഴയിലായിരിക്കുന്നു, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കുന്നു. പലവിധമായ വിഷയങ്ങളെ ഫേസ് ചെയ്യുന്നവര് നമ്മുടെ ചുറ്റിലുമുണ്ട്. ഈ ഔട്ട്റീച്ച് മിനിസ്ട്രിയെ കുറിച്ച് എനിക്ക് ചെറുതായിട്ട് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ ഇതുപോലെയുള്ള ഒത്തിരി വ്യക്തികളെ സഹായിക്കുന്നവരാണെന്നും അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക്, ക്രിസ്തുവിന്റെ അനുഭവത്തിലേക്ക്, പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ് എന്ന് ആണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇവിടെ എന്റെ മെസ്സേജ് ഞാൻ ചുരുക്കുകയാണ്. നിങ്ങളോട് ഞാൻ വീണ്ടും ആലോചന പറയുകയാണ്, നിങ്ങൾക്ക് ആശംസ പറയുകയാണ്. ഇനിയും ഒത്തിരി ആൾക്കാരെ, ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്ത ഒത്തിരി ആൾക്കാരെ, ലക്ഷ്യബോധമില്ലാത്ത ഒത്തിരി ആൾക്കാർക്ക് നിങ്ങൾ ഒരു പച്ച ഒലിവില കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ, പ്രത്യാശയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ, അവരുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എബനേസർ ഔട്ട്റീച്ച് മിനിസ്ട്രി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.